ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആകാശിൻ്റെ കല്യാണ മണ്ഡപത്തിലാണ് ഉള്ളത്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, കല്യാണ മണ്ഡപം വരെ എത്തിയിട്ട് എൻ്റെ മകളുടെ കല്യാണം മുടയും കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? പോലീസുകാരനോടാണ് ചോദിക്കുന്നത്. അതുമാത്രമല്ല, ആകാശിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കല്യാണം തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. അത് കേട്ടതും ആരതിയും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരൻ ആകാശിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, താല്പര്യമില്ലാതെ രണ്ടുപേരെ കല്യാണം നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മേൽ എനിക്ക് കേസെടുക്കേണ്ടി വരും. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്തിനാ സാർ ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നോക്കൂ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, മഹേന്ദ്രൻ കംപ്ലൈൻറ്റ് ചെയ്തത് പ്രകാരം വന്നതാണ്. അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ ഇതൊരു കേസിലേക്ക് എത്തുന്നതല്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയാണ്, ഞങ്ങളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാലും എൻ്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ കല്യാണം നടത്തിക്കാൻ പറ്റില്ല സർ. അത് കേട്ട് ആരതി വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ്. ആകാശ് അവൾ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരൻ്റെ അടുത്തായിട്ട് വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, സർ ഒരു നിമിഷം, ആകാശിനെ വിളിച്ചിട്ട് ആകാശിന് ആരതിയാണോ ഇഷ്ടം അതല്ല ഈ കല്യാണം ചെയ്യാൻ വേണ്ടി പോകുന്ന പെണ്ണിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കൂ. ആകാശ് ആരെയാണ് ഇഷ്ടം എന്ന് പറയുന്നത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ട് ആകാശിൻ്റെ കല്യാണം നടത്തിയാൽ മതിയല്ലോ. മുത്തശ്ശൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും അംഗീകരിക്കുകയാണ്, കൂടെ ആ പോലീസുകാരനും. അയാൾ ആകാശിനെ വിളിക്കുന്നുണ്ട്. സിദ്ധു പറയാണ്, ആകാശ് ചെല്ലു. കൂടെ ആരതിയെയും പോലീസുകാരൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരൂ. ആകാശ്, നീ ആരതിയെ പ്രണയിച്ചത് സത്യം തന്നെയാണോ? അദ്ദേഹം ചോദിച്ച സമയത്ത് ആകാശ് ആരതിയെ നോക്കുവാണ്. അപ്പോൾ ആരതി ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, ആകാശ് പറയൂ. വീണ്ടും എല്ലാവരും ആകാശിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ആകാശ് നിന്നോടാണ് ചോദിക്കുന്നത്, പറയൂ. ആകാശ് പറ. ആരതി വീണ്ടും പറയാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അതെ സർ, ഞാൻ ആരതിയെ പ്രണയിച്ചത് സത്യം തന്നെയാണ്. അത് കേട്ടതും ആകാശിൻ്റെ അച്ഛനും അമ്മയും കല്യാണ പന്തലിലുണ്ടായിരുന്ന ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പെണ്ണും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ സിദ്ധാർത്ഥിനും ചന്ദ്രികയ്ക്കൊക്കെ അത് കേട്ടപ്പോൾ സമാധാനമായിട്ടുണ്ടായിരുന്നു. എന്നാൽ നിന്റെ അച്ഛൻ ഈ പെണ്ണിനെ വിവാഹം ചെയ്യാനാണ് നിന്നോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അതാണ്. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താ? വീണ്ടും എല്ലാവരും ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, നീ പ്രണയിച്ച ആരതിയെ കല്യാണം കഴിക്കാനാണോ നിനക്ക് താല്പര്യം, അതോ ഈ അച്ഛൻ കാണിച്ചു തന്ന ഈ പെണ്ണിനെ കല്യാണം ചെയ്യാനാണോ നിനക്ക് താല്പര്യം? എല്ലാവരും ക്യൂരിയോസിറ്റിയോടെ നിൽക്കുമ്പോൾ ആകാശിൻ്റെ അച്ഛൻ അവനോട് വീണ്ടും പറയാണ്, ഏയ്, ആരതിയെ കല്യാണം ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയടാ. എന്താവുമെന്ന് നമുക്ക് നോക്കാം. ആകാശ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, ആകാശ് എൻ്റെ മോളെ വിടരുത്, ആകാശ് എൻ്റെ മോളെ വിവാഹം ചെയ്യണം ആകാശ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു ശരിയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനാർക്കും മറുപടി പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടി കല്യാണ പന്തലിലെത്തിയിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ കുട്ടിയുടെ ഭാവി എന്താവും എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആകാശ് എല്ലാവർക്കും നേരെ കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ആരതിയെ പ്രണയിക്കുന്നത് സത്യമാണ്. അത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാൻ ആരതിയെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്താൽ എനിക്ക് ജീവിതകാലം മുഴുവൻ സമാധാനം ഉണ്ടാവില്ല. അത് കേട്ട സമയത്ത് ജാനകിയുടെ കണ്ണ് നിറയാണ്. ബാക്കി എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകാശ് പോലീസുകാരനോട് പറയാണ്, ഞാൻ ആരതിയെ വിവാഹം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അത് കേട്ടപ്പോൾ ആകാശിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പെണ്ണ് കരയുവാണ്. ആകാശിൻ്റെ അച്ഛൻ അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശ് പോലീസുകാരോട് പറയുന്നുണ്ട്, എനിക്ക് ആരതിയെ വിവാഹം ചെയ്യാനാണ് താല്പര്യം, എല്ലാവരും ദയവ് ചെയ്ത് എനിക്ക് ആരതിയെ വിവാഹം നടത്തി തരണം. ചന്ദ്രികയും സിദ്ധുവും ബാക്കി എല്ലാവരും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ആകാശിൻ്റെ അച്ഛൻ അവൻ്റെ കോളറിന് പിടിച്ചിട്ട് പറയാണ്, എടാ ദുഷ്ടാ, എല്ലാവർക്കും മുന്നിൽ എന്നെ അപമാനിച്ചു അല്ലേ? ആകാശിൻ്റെ അച്ഛൻ അവൻ്റെ ചെകിട്ടത്ത് തല്ലുവാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്ന സമയത്ത് ആ കല്യാണപ്പെണ്ണ് പറയുന്നുണ്ട്, അങ്കിൾ, ആകാശിനെ തല്ലരുത്, ആകാശ് പ്രണയിച്ച ആരതിയെ തന്നെ അവന് വിവാഹം ചെയ്തോട്ടെ. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ അവളുടെ അമ്മയും. അത് കാണുമ്പോൾ അവളുടെ അച്ഛന് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ആകാശിൻ്റെ അച്ഛന് വീണ്ടും ദേഷ്യം വന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്, നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ തല്ലുവാണ്. അതിനുശേഷം വീണ്ടും അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, ഏയ് നിർത്ത്, ഇനി ഒരു പ്രാവശ്യം കൂടി അവൻ്റെ നേർക്ക് കയ്യോങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ FIR ഇട്ട് റിമാൻഡ് ചെയ്യും. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ആ കല്യാണ പെണ്ണിൻ്റെ അച്ഛനോടായിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, ആകാശ് അവൻ പ്രണയിച്ച ആരതിയെ വിവാഹം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മകളെ ആകാശ് കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അത് കേട്ടതും അയാളുടെ മുഖത്തും ആകെ ദേഷ്യം നിറയാണ്. ആകാശിൻ്റെ അച്ഛനും വല്ലാത്ത ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ആകാശ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ അവൻ വിവാഹം കഴിക്കട്ടെ. നിരാശയോടെ നിൽക്കുന്ന പെണ്ണിൻ്റെ അച്ഛനോട് പോലീസുകാരൻ പറയാണ്, നിങ്ങളുടെ മകൾക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്തി നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കൂ. ഇനി ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പാടില്ല എന്നവർക്ക് രണ്ടുപേർക്കും വാണിംഗ് കൊടുത്തതിന് ശേഷം ആകാശിനോട് പറയാണ്, ആകാശ്, ഒരു കാലത്തും ആരതിയെ നിന്റെ അച്ഛൻ മരുമകളായി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരതിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലേ? അതെ, ഇഷ്ടമാണ് സർ. ആകാശ് പെട്ടെന്ന് തന്നെ മറുപടി പറയാണ്. അത് കേട്ട ആരതി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ജാനകിയും സിദ്ധുവും ചന്ദ്രികയും ഒക്കെ സന്തോഷത്തിലാണുള്ളത്. പക്ഷെ ആകാശിൻ്റെ അച്ഛൻ്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതേസമയം ആ കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആകാശിൻ്റെ അച്ഛനും അമ്മയും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പക്ഷേ ആകാശിനോട് കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ ആയത്. അപ്പോൾ പോലീസുകാരൻ ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ഈ മുഹൂർത്തത്തിൽ തന്നെ ആരതിയുമായിട്ടുള്ള കല്യാണം നടത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ആകാശ് പറയാണ്, തീർച്ചയായിട്ടും സർ, ഈ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ ആരതിയെ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുകൂടി ആകാശ് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനെ അവനെ കൊല്ലാനാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട്, മോളെ ജാനകി, നിന്റെ മകളെ കല്യാണം ചെയ്യാൻ ആകാശ് പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു. അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകിയും ചിരിക്കുകയാണ്. നിന്റെ മോളെ പോയി ഒരുക്കി കൂട്ടിക്കൊണ്ടുവാ. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്, ആകാശ് ഉൾപ്പെടെ. ആ സമയത്ത് അവൻ്റെ അച്ഛൻ പെട്ടെന്ന് വിളിക്കുന്നുണ്ട്, ഏയ്. അത് കേട്ട് ആകാശ് പേടിയോടെ അച്ഛനെ നോക്കുകയാണ്. നിന്റെ അച്ഛൻ മരിച്ചു എന്ന് കൂട്ടിക്കോടാ. ഇനി എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കാണാൻ പാടില്ല. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആകാശ്. പക്ഷെ അദ്ദേഹം അതൊന്നും മൈൻഡ് വെക്കാതെ ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അമ്മ. ആകാശ് വിളിച്ചെങ്കിലും ഭർത്താവിന് പിന്നാലെ അവരും പോവുകയാണ്. കുറച്ചു നേരം എല്ലാവരും അത് നോക്കി നിന്നതിന് ശേഷം മഹേന്ദ്രൻ സിദ്ധുവിനോട് പറയുന്നുണ്ട്, ആരതിക്കുള്ള മുഹൂർത്തപ്പുടവ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ശരി അങ്കിൾ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സിദ്ധു അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ലക്ഷ്മിയോട് പറയാണ്, ആരതിയെ കൂട്ടിക്കൊണ്ട് പോയി ഒരുക്കി കൊണ്ടുവാ. ആ ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് ആരതിയും ചന്ദ്രികയും ലക്ഷ്മിയും കൂടി ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പോലീസുകാരനോട് നന്ദി പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് സർ. സാരമില്ല മഹേന്ദ്രൻ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കോൺസ്റ്റബിൾസിനെയും കൂട്ടിയിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ്. ആകാശിൻ്റെ മുഖത്ത് അപ്പോഴാണ് നിറഞ്ഞൊരു ചിരി വരുന്നത്. ജാനകിക്കും സമാധാനമായിട്ടുണ്ടായിരുന്നു, അവരുടെ മുഖത്തും സന്തോഷമുണ്ട്. അതേസമയം ആരതിയെ ഒരുക്കിയിട്ട് മാലകളൊക്കെ അണിയിച്ചു കൊടുക്കുകയാണ് ചന്ദ്രികയും അതുപോലെ ലക്ഷ്മിയും. ആ സമയത്ത് ആരതിയുടെ മുഖത്ത് ആകെ ഒരു സങ്കടമാണുള്ളത്. അപ്പോൾ ചന്ദ്രികയും ലക്ഷ്മിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഓരോരോ ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കുകയാണ്. ആരതി കണ്ണാടിക്ക് മുന്നിലാണുള്ളത്. അവളെ നന്നായി അലങ്കരിച്ച് ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവളുടെ മുഖത്ത് തീരെ തെളിച്ചുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടെന്നോണം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ആരതി, എന്താ മോളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ആരതി ലക്ഷ്മിയെ നോക്കിയ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച പയ്യനെ തന്നെ ചന്ദ്രിക നിനക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുകയാണ്. അവനെ തന്നെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. സന്തോഷമായിട്ടിരിക്കും ആരതി. അപ്പോൾ ആരതി സങ്കടത്തോടെ പറയുന്നുണ്ട്, നിങ്ങളും അങ്കിളും എനിക്ക് ശരിയായ സമയത്ത് സഹായത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ആകാശിനെ കിട്ടില്ലായിരുന്നോ ആൻറ്റി? അത് കേട്ട് ലക്ഷ്മിയും ചന്ദ്രികയും സങ്കടത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. അപ്പോൾ ആരതിയും വിഷമത്തോടെ പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചന്ദ്രികയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ മേൽ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നുന്നു. അത് കേട്ട് ചന്ദ്രികയ്ക്ക് പാവം തോന്നുവാണ് ആരതിയോട്. ആരതി കല്യാണ പെണ്ണായിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയുടെ നേരെ വന്നിട്ട് അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, സോറി ചന്ദ്രിക, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. ഏയ്, എന്താ ഇങ്ങനെ വലിയ വലിയ സംസാരിക്കുന്നത്? നീ എന്താ എനിക്ക് അന്യയാണോ? നീ എൻ്റെ സ്വന്തം ആൻറ്റിയുടെ മോളാണ്. എന്നെ വഴക്ക് പറയാനും എൻ്റെ കൂടെ തല്ലുകൂടാനും എന്നോട് ദേഷ്യം പിടിക്കാനും എല്ലാ അർഹതയും നിനക്കുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ വേറൊരാളായിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആരതി പറയാണ്, നീ ഇപ്പോൾ എനിക്ക് ചെയ്തു തന്ന ഈ ഒരു സഹായം മരണം വരെ ഞാൻ മറക്കില്ല ചന്ദ്രിക. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്രികയ്ക്ക് ആരതിയെ വല്ലാത്തൊരു സ്നേഹം തോന്നുവാണ്. അത് കണ്ട് ലക്ഷ്മിക്കും മനസ്സ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മക്കളെ ഇത്, സമയമായെന്ന് പറഞ്ഞിട്ട് പൂജാരി അവിടുന്ന് എപ്പോഴോ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരതിയെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം നോക്ക്.
നന്നായിട്ടുണ്ടല്ലേ. ആരതിയും പറയാണ്, ഒരു കല്യാണം നടക്കാൻ വേണ്ടി എത്രത്തോളം പോരാടി എന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ലക്ഷ്മിയും ചന്ദ്രികയും കൂടിയിട്ട് ആരതിയെ മണ്ഡപത്തിനകത്തേക്ക് കയറ്റി. ആരതി ആകാശിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. ജാനകിയുടെ മനസ്സ് നിറഞ്ഞൊരു കാഴ്ചയാണ് കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, മാല എവിടെ സിദ്ധു സാർ? മാല എടുത്തു കൊടുക്കുന്ന സമയത്ത് സിദ്ധു ചന്ദ്രികയെ നോക്കുകയാണ്. അതുപോലെ ചന്ദ്രിക തിരിച്ചും. കാരണം അവർക്കും ഇതുപോലെ പരസ്പരം വിവാഹം ചെയ്യണ്ടേ എന്നൊരു നോട്ടമാണ് പരസ്പരം ഉള്ളത്. അതിനുശേഷം ചന്ദ്രിക ആരതിയുടെ കഴുത്തിൽ മാല അണിഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പൂജാരി പറഞ്ഞ ഓരോരോ ക്രിയകൾ അവർ ചെയ്യുകയാണ്. അഗ്നിയിലേക്ക് ഓരോരോ കാര്യങ്ങൾ ഇടാനും അദ്ദേഹം മന്ത്രജപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചന്ദ്രികയും സിദ്ധുവും പരസ്പരം പ്രണയത്തോടെ നോക്കുവാണ്. അതുപോലെ ആരതിയും ആകാശും പരസ്പരം സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം അത്രയും നേരത്തെ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അവർ രണ്ടുപേരും ഒന്നായത്. ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അതിനുശേഷം പൂജാരി പൂവെടുത്തിട്ട് പൂജിച്ചതിന് ശേഷം ചന്ദ്രികയോട് പറയാണ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ചന്ദ്രിക അത് വാങ്ങിയിട്ട് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രിക ആദ്യം അത് മുത്തശ്ശൻ്റെ അടുത്തേക്കും പിന്നീട് ജാനകിയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ആയിട്ടും പിന്നെ സദസ്സിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാവരും അതിൽ നിന്നും പൂവെടുക്കുന്നുണ്ട്. തിരിച്ചു വന്ന് സിദ്ധുവിനും കൊടുത്ത് അവളും എടുത്തതിന് ശേഷം അത് പൂജാരിയെ തിരിച്ചേൽപ്പിക്കുകയാണ്. അതിനുശേഷം പൂജാരി താലി എടുത്തിട്ട് ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നീട് കെട്ടുമേളം ചെയ്തതിന് ശേഷം ആകാശ് ആരതിയുടെ കഴുത്തിലേക്ക് താലി അണിയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് താലി അണിയുന്നത്. എല്ലാവരും അവർക്ക് നേരെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് പൂവുകൾ വിതറുന്നുണ്ടായിരുന്നു. എല്ലാവരും മനസ്സ് നിറഞ്ഞ് രണ്ടുപേരെ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം പൂജാരി സിന്ദൂരം എടുത്തു കൊടുത്തിട്ട് താലിയിലും അതുപോലെ തന്നെ നെറ്റിയിലുമായിട്ട് വെക്കാൻ വേണ്ടി പറയുകയാണ്. ആകാശ് അത് വാങ്ങിക്കുന്നുണ്ട്. ആകാശ് അത് വാങ്ങിയിട്ട് ആദ്യം ആരതിയുടെ നെറുകയിൽ സിന്ദൂരവും അതിനുശേഷം താലിയിലായിട്ട് സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ്. ജാനകി സന്തോഷത്തോടു കൂടി മഹേന്ദ്രൻ്റെ കൈകൾ പിടിക്കുന്നുണ്ട്. അവരുടെ കണ്ണ് നിറയാണ്. ചന്ദ്രിക കണ്ണ് നിറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കുമ്പോൾ അവൻ പുഞ്ചിരിക്കുകയാണ്. അതിനുശേഷം പൂജാരി രണ്ടുപേരോടും അഗ്നിയെ വലം വെക്കാൻ പറയുന്നുണ്ട്. രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ച് 3 തവണയായിട്ട് അഗ്നിയെ വലം വെക്കുകയാണ്. അതിനുശേഷം ആകാശ് ആരതിയുടെ കാലിലായിട്ട് മിഞ്ചി അണിഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് മുതിർന്ന ആളുകളുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറയുകയാണ്. ആദ്യം തന്നെ പോയി മുത്തശ്ശൻ്റെ അനുഗ്രഹമാണ് വാങ്ങിക്കുന്നത് രണ്ടുപേരും. മുത്തശ്ശൻ രണ്ടുപേരെ അനുഗ്രഹിച്ചിട്ട് ഒരുപാട് വർഷം ജീവിച്ചിരിക്കാനും നല്ല കുടുംബം നയിക്കാനും ഒക്കെ ആശംസിക്കുകയാണ്. അതിനുശേഷം ആരതിയോട് ചന്ദ്രിക പറയാണ് അമ്മയുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി. ആകാശിനെയും കൂട്ടിക്കൊണ്ട് ആരതി അങ്ങോട്ടേക്കാണ് പോകുന്നത്, ജാനകിയുടെ അടുത്തേക്ക്. ജാനകിക്ക് അർച്ചനയ്ക്കുള്ള പൂവുകൾ കൊടുത്തതിന് ശേഷം അവരെ രണ്ടുപേരെ അനുഗ്രഹിക്കാൻ പൂജാരി പറയുകയാണ്. ജാനകി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. കാരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യമായിരുന്നു. അവർ രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. പിന്നീട് മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ അനുഗ്രഹം വാങ്ങിച്ചപ്പോൾ അവരും നന്നായി വരാൻ വേണ്ടി അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം മണ്ഡപത്തിലേക്ക് തിരിച്ച് കയറുകയാണ് രണ്ടുപേരും. മണ്ഡപത്തിൽ കയറിയതിന് ശേഷം ആരതി സിദ്ധുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നോക്കുന്നുണ്ട് ആ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ട്. ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. അപ്പോൾ ആരതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു പറയുന്നുണ്ട്, ആരതി, നീ ആഗ്രഹിച്ചതുപോലെ ആകാശിൻ്റെ കൂടെ ചന്ദ്രിക നിന്നെ ചേർത്ത് വെച്ചത് കണ്ടോ? ഇപ്പോൾ ഹാപ്പി ആയില്ലേ? അതുപോലെ തന്നെ നീ എന്നെ ചന്ദ്രികയുടെ കൂടെ ചേർത്ത് വെക്കണം, മനസ്സിലായോ? ആരതി തമാശയാക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നാണത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ജാനകിക്ക് എന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ സിദ്ധു ആരതിയും ചേർന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് ലക്ഷ്മിയും ചിരിച്ചുകൊണ്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ജാനകി, എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം? എടുക്കാം, വാ. ജാനകി പറഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി റെഡി ആവുകയാണ്. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ചന്ദ്രികയോട് സിദ്ധു എന്തോ ചെവി പറയാണ്. ആ സമയത്ത് സിദ്ധുവിനെ ചന്ദ്രിക നുള്ളുന്നുണ്ട്. പെട്ടെന്ന് അവൻ എല്ലാവരും ഉള്ളത് ഓർക്കാതെ എന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ? ഒന്നുമില്ല മുത്തശ്ശ, ഞാൻ എല്ലാവരും ചേർന്നിട്ടുള്ള സെൽഫി എടുക്കാമെന്ന് കരുതി നിങ്ങളുടെ ഫോൺ ചോദിക്കാൻ വന്നതാണ്. ഇങ്ങനത്താ, ഞാൻ എല്ലാവരും ചേർന്നുള്ള സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു മുത്തശ്ശൻ്റെ ഫോൺ വാങ്ങിയിട്ട് എല്ലാവരും ചേർന്നിട്ടുള്ള സെൽഫി എടുക്കുവാണ്. ശേഷം നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. സിദ്ധുവിൻ്റെ കാറിലാണ് സിദ്ധുവും ചന്ദ്രികയും ആരതിയും ആകാശവും ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശനോട് ആദ്യം കയറാനും അതിനുശേഷം ആകാശിനെയും ആരതിയും അകത്തേക്ക് വിളിക്കുകയാണ്. ചന്ദ്രിക പറയുന്നുണ്ട്, ഒരു നിമിഷം എല്ലാവരും നിൽക്കേ, ഞാൻ പോയിട്ട് ആരതി തട്ട് എടുത്തിട്ട് വരാം. എന്നിട്ട് അവൾ അകത്ത് പോയിട്ട് ആരതി തട്ട് കൊണ്ടുവരികയാണ്. അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചന്ദ്രിക രണ്ടുപേരെയും ആരതി ഒഴിയാണ്. അത് കണ്ടിട്ട് ജാനകിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ജാനകിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ആരതിയും ആകാശമൊക്കെ സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. ആരതി അഭിമാനത്തോടെ ആകാശം നോക്കുന്നുണ്ട്. രണ്ടുപേർക്കും സിന്ദൂരം തൊട്ടുകൊടുത്തതിന് ശേഷം ചന്ദ്രിക പറയുന്നുണ്ട്, രണ്ടുപേരും വലതുകാലെടുത്തു വെച്ച് അകത്തേക്ക് വാ.
അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. രണ്ടുപേരും വലതുകാലം എടുത്തു വെച്ച് അകത്തേക്ക് കയറുവാണ്. ആ സമയത്ത് ചന്ദ്രിക ആരതി ഒഴിഞ്ഞത് കളയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റിലും നിന്നുകൊണ്ട് ആകാശിനെ എല്ലാവരും നോക്കുകയാണ്. ആകാശാണെങ്കിൽ ആ വീടിങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ആരതി മെല്ലെ അവനെ തട്ടി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഏയ് എന്താ കൂൾ. ആകാശിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പരിഭ്രമം കണ്ട സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏയ് മോനെ, ഇത് ആരതിയുടെ വീട് മാത്രമാണെന്ന് കരുതേണ്ട, ഇത് നിൻ്റെയും കൂടി വീടാണ്. ആകാശ് തലയാട്ടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എല്ലാം മറന്ന് നന്നാവുന്നത് വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടു കൂടി ഇവിടെ തന്നെ താമസിക്കാം. നിനക്ക് ഒരു സങ്കടവും വേണ്ട, മനസ്സിലായോ? അത് കേട്ട് ആകാശ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ശരി മുത്തശ്ശ. ആകാശ് വീണ്ടും ആരതിയെ നോക്കുകയാണ്. ആ സമയത്ത് അവൾ കണ്ണുകൾ കൊണ്ട് പറയുന്നുണ്ട്, ഒന്നും പേടിക്കാനില്ല, എല്ലാം ഓക്കെ ആവുന്നു. ആ ഒരു സമാധാനത്തിൽ അവനും സന്തോഷിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും ആ ഒരു സന്തോഷം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.